കൊള്ളാം. ചെക്കൻ വന്നു കണ്ടു പോയതേ ഉള്ളൂ, ഉടനെ സ്വപ്നം കാണാനും തുടങ്ങി. ഞാൻ സ്വപ്നം കണ്ടോന്നുമല്ല, ഓരോന്നും ഓർത്തതാ. രണ്ടും ഒന്ന് തന്നെയാ. നീ കാര്യം അറിയാതെ കളിയാക്കാൻ നിൽക്കരുത്. ഒരു കല്യാണം നടക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാ നീ എന്നറിയാം. എന്താ അതില് സംശയം? എനിക്ക് സന്തോഷം തന്നെയാ. ഒരു ഏട്ടനാ എനിക്ക് വരാൻ പോകുന്നേ. ഞാനല്ലാതെ പിന്നെ ആരാ ഈ വീട്ടിൽ കൂടുതൽ സന്തോഷിക്കുന്നത്? പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഏട്ടനുണ്ടായിരുന്നു. ഏട്ടന്മാരുടെ ബൈക്കിൽ അവർ കയറി പോകുമ്പോൾ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. അച്ചുവേച്ചിയാ, നീ സംസാരിക്കും. ഹലോ അച്ചുവേച്ചി. വീട്ടിൽ വന്നിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതാ ചിറ്റപ്പനോട് സംസാരിച്ചിട്ട് വേഗം ഫോൺ വെച്ചത്. എനിക്കത് മനസ്സിലായി. പിന്നെ നിനക്ക് വിഷ്ണുവിനെ ഇഷ്ടായോ മോളെ? നിന്റെ ഇഷ്ടമാണ് പ്രധാനം. നിങ്ങൾ തമ്മിൽ സംസാരിച്ചതല്ലേ? സംസാരിച്ചു. അവനെ കുറച്ചൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോന്നാ എനിക്ക് അറിയേണ്ടത്. ചേച്ചി ഒരു ബാധ്യത ഒഴിവാക്കൂ, ചടങ്ങ് തീർക്കോ ഒന്നും അല്ല ചെയ്യുന്നത്. നീ നന്നായി ജീവിച്ചു കാണുന്നതിനേക്കാളും വലുതായി എനിക്കൊന്നുമില്ല. അവനോട് സംസാരിച്ചു കഴിഞ്ഞതല്ലേ, എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ മോള് തുറന്നു പറയണം. എനിക്ക് വിഷ്ണു ആരുമല്ല. അവനെ പരിചയപ്പെട്ടപ്പോ നമ്മുടെ കുടുംബത്തിന് ചേരുവെന്ന് തോന്നി. അത് ചേച്ചിയുടെ തോന്നലായി മാത്രം കണ്ടാ മതി. അവന്റെ കൂടെ ജീവിക്കേണ്ടത് നീയാ. എനിക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല ചേച്ചി. നിങ്ങൾ തമ്മിൽ കണ്ടോ? ഇല്ല, വന്നിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോ കൂടുതൽ സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല. നാളെ നേരിൽ കണ്ട് സംസാരിക്കാന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. എന്നാലും കല്യാണം ഇങ്ങനെ നടത്തുന്ന അച്ഛൻ ചോദിക്കുന്നത്. ചിറ്റപ്പൻ എന്നോടും പിന്നെ അത് തന്നെ ചോദിച്ചു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീട്ടിൽ വരുമ്പോ പറയാം. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്ക. നമ്മുടെ വീട്ടില് ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ. അതിന്റെ സന്തോഷത്തിലാ ഇപ്പൊ എന്റെ മനസ്സ്. നീ എന്തൊന്നും മിണ്ടാത്തത്? എനിക്കങ്ങനെ സന്തോഷമൊന്നും തോന്നുന്നില്ല ചേച്ചി. അതെന്താ? അച്ചുവേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടായിരുന്നു എന്റെ വിവാഹമെങ്കിൽ എനിക്ക് സന്തോഷം തോന്നിയാണ്. നമ്മുടെ കുടുംബത്തിൽ അതല്ലേ ആദ്യം നടക്കേണ്ടത്. എന്റെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതല്ലേ മോളെ? ഒരു മോനും ജനിച്ചു. ചേച്ചി പറഞ്ഞ് ഉത്തരം മുട്ടിക്കുകയാണെന്ന് എനിക്കറിയാം. നീ അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇപ്പൊ ഫോൺ വെച്ചു. എനിക്ക് കുറച്ച് അയൺ ചെയ്യാനുണ്ട്. ശരി ചേച്ചി. ആ വഴിക്ക് പോയ സുധിക്ക് അർച്ചനയെ കണ്ടെത്താൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അവൾ ഏത് ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സുധിയുടെ നീക്കം അവളെ ഒന്ന് അറിയിക്കാമായിരുന്നു. ഒരു മുൻകരുതൽ അവളും എടുത്തേനെ. നമ്മളുമായി ഒരു ബന്ധവും വേണ്ടെന്ന് അവള് തീരുമാനം എടുത്തതല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ? വിശ്വേട്ടൻ ഫൈസിയോട് ഈ വിവരം പറയണം. സുധിയെ കാണുമ്പോ അവള് പതറിപ്പോകരുത്. ജയന്തി കരുതും പോലെ അത്ര എളുപ്പത്തിൽ സുധിയെ ഒഴിവാക്കി വിടാനൊന്നും അർച്ചനയ്ക്ക് കഴിയില്ല. എന്തുകൊണ്ട് അവൾക്ക് കഴിയില്ല? അതിനുള്ള മനോധൈര്യമൊക്കെ അർച്ചനയ്ക്കുണ്ട്. സുധിയുടെ കുഞ്ഞിനെ അവിടെ പ്രസവിച്ചു എന്ന് മാത്രമല്ല, അവളുടെ കഴുത്തിന് അവനൊരു താലി കെട്ടിയിട്ടുമുണ്ട്. അന്ന് ടെസ്റ്റ് കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് വരുന്ന വഴി ഒരു ക്ഷേത്രത്തിൽ വെച്ചു. കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ. അർച്ചനയ്ക്ക് എങ്ങനെ സുധി അകറ്റി നിർത്താൻ കഴിയും? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് മനക്കരുത്തുള്ള പെണ്ണും തകർന്നു പോകും. നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും സുധിയുടെ ജീവിതത്തിൽ അർച്ചന കഴിഞ്ഞേ നിരഞ്ജനയ്ക്ക് സ്ഥാനമുള്ളൂ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, പക്ഷേ വീടിന് മുന്നിൽ ഞാനൊരു ബോർഡ് പ്രതീക്ഷിച്ചു. അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താൻ
അത് പിന്നെ ഞാനിപ്പോ കേസൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. നീ വാ. അച്ഛമ്മേ, ഇതാ നന്ദിത. മോളെവിടെയാ താമസിക്കുന്നത്? കടവന്തറയില്ല അച്ഛമ്മേ, അവിടെ ഒരു ഫ്ലാറ്റിലാ. ആ, ഉറങ്ങിയോടാ? അവൻ ഉറങ്ങി. എന്താ വാവയുടെ പേര്? നിരഞ്ജൻ. ഞങ്ങള് മോനു എന്ന് വിളിക്കും. നൈസ് നൈം. മോൻ 1 വയസ്സായോ? ആ, വരുന്ന 15-ന് അവന് 1 വയസ്സ് തികയും. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഇവനെ ഒന്ന് കിടത്തട്ടെ. നിന്റെ സുധി എവിടെ? എവിടെ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. മുകളിലുണ്ട്. ആ, ദേ വരുന്നല്ലോ. സുധി, ഇതാ നന്ദിത ഹരൻ. ഹായ്. ഹലോ സുധി. നന്ദിതയെ പറ്റി നിരഞ്ജന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോ കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പഠിക്കുന്ന സമയത്ത് നിരഞ്ജൻ ഒരു ബുജി ടൈപ്പായിരുന്നു. ആകെയുള്ള കമ്പനി ഞാൻ സ്നേഹയായിരുന്നു. നിരഞ്ജനയുടെ കല്യാണത്തിനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നന്ദിതയുടെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഞാൻ അറിഞ്ഞിരുന്നു. എന്തായിരുന്നു നിങ്ങളുടെ ഡിവോഴ്സിന് കാരണം? ഏച്ചു കെട്ടി മുഴച്ചിരിക്കുന്നു സുധി കേട്ടിട്ടില്ലേ? പൊരുത്തപ്പെടില്ലെന്ന് ബോധ്യപ്പെട്ട അത് അവിടം കൊണ്ട് അവസാനിപ്പിക്കണം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുധി. ആ, പിന്നെ ഇത്രയും നേരമായിട്ടും താൻ നന്ദിതയ്ക്ക് ഒരു കപ്പ് ചായ കൊടുത്തോ? ഓ, സംസാരിച്ചിരുന്ന ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ആ, അതെ, എനിക്കിറങ്ങാൻ സമയമായി. നിങ്ങൾ സംസാരിച്ചിരിക്കും. നമുക്ക് വീണ്ടും കാണാം. ശരി സുധി. ശരി. ആഗ്രഹിച്ച പോലൊരു ജീവിതം നിനക്ക് കിട്ടിയാല് എനിക്ക് സന്തോഷമുണ്ട്. സ്നേഹമുള്ള ഭർത്താവ്, താലോലിക്കാൻ ഒരു കുഞ്ഞ്, അങ്ങനെ ഒരു ജീവിതം ഭാഗ്യമുള്ളവർക്കേ കിട്ടും. ശരി, നീ വാ. അവിടുന്ന് വന്നിട്ട് അമ്മാവൻ ഒട്ടും താല്പര്യമില്ലാതെ സംസാരിച്ചത്. അതുപോലൊരു സ്ഥലത്തുനിന്നൊരു പെണ്ണ് വേണമെന്നാ അമ്മാവന്റെ ചോദ്യം. ഞാനതില് ഒരു കുറ്റവും കാണുന്നില്ല. അത് ഞങ്ങളുടെ സ്ഥലത്തെ പറ്റി ഞാൻ വിഷ്ണുവിനോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. അമ്മാവൻ പറഞ്ഞതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല ചേച്ചി. ജാതകപ്പുറത്ത് നോക്കിയപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നാ അമ്മ പറയുന്നത്. നിങ്ങളതിന് തയ്യാറാണോ? അത് മാത്രം പറഞ്ഞാൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്താനാ എൻ്റെ ആഗ്രഹം. എന്തായാലും ഞാൻ ഈ കാര്യം ചിറ്റപ്പനോടൊന്ന് സംസാരിക്കട്ടെ. അമ്മയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരാളെ കണ്ടെത്തിയ നിലയ്ക്ക് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് പിന്നെ മനസ്സിന് എന്നും ഒരു വേദനയായിരിക്കും. വിഷ്ണു പറയുന്നത് ശരിയാ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കല്യാണം 2 ആഴ്ചക്കുള്ളിൽ നടത്തണമെന്ന് അമ്മ പറയുന്നത്. പെട്ടെന്നൊരു ഓഡിറ്റോറിയം കിട്ടില്ലെന്നറിയാം. ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാലും മതി. അല്ല, ഇത്ര പെട്ടെന്ന്? അർച്ചനേച്ചി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സ്ത്രീധനമോ സ്വർണമോ അങ്ങനെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലളിതമായ ആ ചടങ്ങ് നടത്തിയാൽ മതി. നമുക്കത് ആലോചിക്കാം. അവിടുന്ന് ആരൊക്കെ ഇങ്ങോട്ട് വരാനുള്ളതെന്ന് വെച്ചാൽ അവരോടൊന്ന് വരാൻ പറഞ്ഞാൽ മാത്രം മതി. ഞാൻ പറയാം. എന്നിട്ട് വിവരം ഞാൻ വിഷ്ണുവിനെ അറിയിക്കാം. ശരി. ശരി. ശരി മോളെ, നീ അവനെ വിളിച്ച് പറഞ്ഞേക്ക്. ആ, ഞാൻ അവരെ വിളിച്ചോളാം. മോള് വെച്ചോ. എന്താ അർച്ചന പറഞ്ഞത്? വിഷ്ണു അവളെ ചെന്ന് കണ്ടെന്ന്. അവനെന്ത് പറഞ്ഞു? നാളെ അവന്റെ വീട്ടിലേക്ക് നമ്മളോട് ചെല്ലാൻ. നമ്മുടെ ഭാഗത്തുള്ള 4-5 പേരെ കൊണ്ടുപോകാനാണ് അർച്ചന പറഞ്ഞത്. അത് പിന്നെ ഇത്ര പെട്ടെന്നോ? അവന്റെ ആവശ്യത്തിന് സമ്മതിച്ചു കൊടുത്ത അവള്. അർച്ചനയുടെ പറച്ചിൽ കേട്ടിട്ട് കല്യാണം 2-3 ആഴ്ചക്കുള്ളിൽ നടത്തേണ്ടി വരും. അതെന്ത് കല്യാണം നടത്തില്ല അച്ഛാ? കുറഞ്ഞത് 2 മാസമെങ്കിലും വേണ്ടേ? അവരാവശ്യപ്പെട്ടാൽ പറ്റില്ലെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അർച്ചന സമ്മതം പറഞ്ഞിട്ടുണ്ടോന്നാ എനിക്ക് തോന്നുന്നേ. അത് പിന്നെ ആ ചേട്ടന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതിരിക്കല്ലേ, ഡയാലിസിസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കോ. ആ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന് എത്രയും വേഗം കല്യാണം നടത്തണമെന്ന് പറയുന്നത്. എന്നാലും 2 ആഴ്ചക്കുള്ളിൽ കല്യാണം നടത്തിയ ഒന്നിനും ഒരു സാവകാശം കിട്ടില്ല. ഇവള് പറയുന്നതും നേരാ. ഒരു കല്യാണ മണ്ഡപമെങ്കിലും വേണ്ടേ? ആ മോഹമൊക്കെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താൻ പറ്റൂ.
അതിനു പറ്റിയ ക്ഷേത്രം ഇവിടെ എവിടെയാ ഉള്ളത്? ഈ മല കയറി ആരെങ്കിലും വരുമെന്നാണോ നീ കരുതുന്നേ? തെന്മലയിലോ പുനലൂരോ സൗകര്യമുള്ള ക്ഷേത്രം ഉണ്ടാവും. പുനലൂരാണെങ്കിൽ അവർക്കും സൗകര്യപ്പെടും. അവിടെയും ഒത്തിരി ക്ഷേത്രങ്ങളുള്ളതല്ലേ. അർച്ചന ഒന്ന് വന്നു കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ടാവും. നമ്മുടെ ഭാഗത്തുനിന്ന് ആശാനും അശോകനും വാചനം പോരേടി. ഒരു വാക്ക് പറച്ചിൽ അവിടെ വെച്ചുണ്ടാകുമെങ്കിൽ 7-8 പേര് പോകുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. ആ അതും ശരിയാ. എന്തായാലും വിവാഹ നിശ്ചയമൊന്നും ഉണ്ടാവില്ല. നാട്ടുകാരെ ബന്ധുക്കളെ വിഷ്ണു ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നും എനിക്ക് തോന്നുന്നില്ല. ആ ആലോചിച്ച് നോക്കിയിട്ട് ഒരു കാറിൽ കൊള്ളുന്നവർ പോവാം. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഇടി മോളെ, അച്ഛൻ്റെ ഒരു കൊള്ളാവുന്ന ഷർട്ടും കൊണ്ട് തേച്ച് നോക്കിയിട്ടേ. ശരി അച്ഛാ. മിക്കവാറും നാളെ കല്യാണം ഉറപ്പിച്ചിട്ടാവും അവിടുന്ന് വരുന്നത്. അങ്ങനെ എടുപിടിയുന്നൊരു കല്യാണം ഇങ്ങി വന്നു. ഞാൻ കൂടെ പഠിക്കാൻ പോയ ഇവിടെ പിന്നെ അച്ഛനും അമ്മയും മാത്രമാവും. അച്ഛനോട് ലോറി പണിക്ക് പോണ്ടെന്ന് അച്ചുവെച്ച് പറയാൻ കാരണം അതാ. അച്ഛനൊരു കടയിട്ട് കൊടുത്താലും വീട്ടിലെത്താൻ രാത്രിയാവില്ലേ? ശരിക്കും തനിച്ചായി പോകുന്നത് അമ്മയാ. പിന്നെ ഒച്ചയും ബഹളവും നിറഞ്ഞ ഈ വീട്ടില് ആളനക്കം പോലും ഇല്ലാതാവും. അമ്മ എങ്ങനെ തനിച്ചു കഴിയുന്ന എനിക്ക് അറിയില്ല അമ്പിളി. നീ പറയുന്നത് ശരിയാ. പക്ഷെ പെൺമക്കള് മാത്രമുള്ള എല്ലാ അച്ഛനമ്മമാരുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? അങ്ങനെ സമാധാനിക്കാനല്ലേ ഇപ്പൊ നമുക്ക് പറ്റൂ. അച്ഛൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങിപ്പോവാം. അപ്പോ നമ്മുടെ വരവും കാത്ത് അമ്മ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ടാവും. ആലോചിക്കുമ്പോ തന്നെ എനിക്ക് കരച്ചിൽ വരുക. റാങ്ക് ലിസ്റ്റ് വന്ന കാര്യം ഞാൻ അന്വേഷിച്ചറിഞ്ഞു. അതിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. അർച്ചന ജോയിൻ ചെയ്തിട്ടുണ്ടോന്നുള്ള കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത്. അക്കാര്യം അറിയുന്നതിലും ഒരു പ്രശ്നമുണ്ടാ സുധി. എന്ത് പ്രശ്നം? അർച്ചനയുടെ അന്നത്തെ അഡ്രസ് തിരുവനന്തപുരത്തേതാ. പക്ഷേ ഇപ്പോഴത്തെ വിലാസം റോസ്മലയിലെ. അപ്പോയിന്റ്മെന്റ് ഓർഡർ റീഡയറക്ട് ചെയ്യാതെ റോസ്മലയിലെ അഡ്രസ് കിട്ടില്ല. അതൊക്കെ പോയി ശരിയാക്കാൻ ആരാ ഉള്ളത്? എടാ, ആ ജോലി അവളുടെ പ്രതീക്ഷയാ. അവളത് വേണ്ടെന്ന് വെക്കില്ല. എങ്ങനെയായാലും അവൾ ജോലി നേടിയിട്ടുണ്ടാവും. അവൾ ഏത് ബാങ്കിലുണ്ടെന്ന് എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ തീരും. നീ അതിനെന്നെ ഒന്ന് സഹായിക്കണം. അർച്ചനെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് ഞാൻ ഉറപ്പ് തന്നല്ലേ. പക്ഷേ ഞാനാ നിന്നെ വഴിതെറ്റിക്കുന്നതെന്ന് ഇപ്പോൾ അമ്മയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സുധി, നിന്നോടൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ? എന്താടാ? അർച്ചനെ കണ്ടെത്തിയാൽ നിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? നല്ല ചോദ്യം. ഇത്രയും കാലം ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നവളെ കണ്ടെത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യൂന്ന്. കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് എൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അപ്പോ അർച്ചനെ സ്വീകരിക്കാനാണോ നിന്റെ തീരുമാനം? അതോ മദ്യപിച്ച് വായിൽ തോന്നുന്നത് ഓരോന്ന് വിളിച്ചു പറയാണോ? അല്ലടാ, അവളെ ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഞാൻ ആദ്യം താലി കെട്ടിയ പെണ്ണ അവള്. എന്റെ മനസ്സിൽ അർച്ചനയ്ക്കുള്ള സ്ഥാനം ഒരു ഭാര്യയുടേതാ. അപ്പോ നിരഞ്ജന കുഞ്ഞു എന്ത് ചെയ്യും? അതിന് നീ ഉത്തരം താ. എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിരഞ്ജന എന്നേ മനസ്സ് കാണിച്ചതാ. പക്ഷേ അവളിൽ നിനക്കൊരു കുഞ്ഞില്ലേ? നീ എന്തെങ്കിലും ചിരിച്ചു കളഞ്ഞത്? അർച്ചനയിലും എനിക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ ആദ്യം താലി കെട്ടിയവൾ, എന്റെ കുഞ്ഞിനെ ആദ്യം പ്രസവിച്ചവൾ, അത് അർച്ചനയാ. പക്ഷെ ഒരു ഒപ്പിൽ അവസാനിക്കുന്ന ബന്ധം മാത്രമേ ഞാനും നിരഞ്ജനയും തമ്മിലുള്ളൂ. എന്താടാ സുധി നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് സത്യമാ. അതിലിത്ര മനസ്സിലാവാതിരിക്കാൻ എന്തിരിക്കുന്നു? അപ്പോ നിരഞ്ജന നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവളത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അർച്ചനയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവൾ തന്നെ ഡിവോഴ്സിന് ആവശ്യപ്പെടും. അവൾക്ക് വേണ്ടതൊരു കുഞ്ഞ്. ഞാനത് അവൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. പിന്നെ ഇനി സുധിയുടെ മുമ്പിൽ എന്ത് തടസ്സമാണ് ഉള്ളത്?
നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? ഞാൻ ഉറങ്ങിയിട്ട് സുധിക്ക് എന്താ പ്രയോജനം? മൂക്കറ്റം കുടിച്ചിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഞാൻ കുടിക്കുന്ന എന്റെ പോക്കറ്റിലെ കാശെടുത്ത് കൊടുത്തിട്ടാ, അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എടുത്തൊന്നുമല്ല. നല്ല മറുപടി. ആരുടെ കാശിന് കുടിച്ചാലും നശിക്കുന്നതൊരു കുടുംബമാ. നശിക്കാൻ വേണ്ടി ഒരാൾ സ്വയം ഇറങ്ങി തിരിച്ചാ പിന്നെന്ത് പറയാനാ? നിരഞ്ജനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ വേറൊരാൾ ഉപദേശിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലാന്ന്. അതെന്റെ അച്ഛനോ അമ്മയായാൽ പോലും ഞാൻ കേട്ട് നിൽക്കില്ല. അച്ഛമ്മ മുറിയിലേക്ക് ചെല്ല്. സുധിക്ക് വഴി വെച്ച് കൊടുക്കുന്നത് മോൾ ഒരുത്തിയാ. നിങ്ങൾ വന്നത് കുഞ്ഞിനെ നോക്കാനോ അതോ ഈ വീട് ഭരിക്കാനോ? എന്താടി മോളെ ഇവൻ പറഞ്ഞത്? ഞാനിവിടുത്തെ വേലക്കാരിയാണോ? സുധി പറഞ്ഞതിന് അച്ഛമ്മ ഇല്ലാത്ത അർത്ഥമൊന്നും കണ്ടുപിടിക്കണ്ട. എന്റെ മനസ്സിൽ അച്ഛമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഇങ്ങനെ ഓരോന്ന് കണ്ടാ വേണ്ടെന്ന് വെച്ചാലും ഞാൻ പറഞ്ഞു പോകും. ഞങ്ങളുടെ കുടുംബത്തിലെ ആണുങ്ങൾക്ക് ഈ ശീലങ്ങളൊന്നുമില്ല. അതിന് നിങ്ങൾക്ക് എന്ത് കുടുംബം ഉള്ളത്? കെട്ടിക്കൊണ്ടുപോയ പുരുഷനോടൊപ്പം നിങ്ങൾ കഴിഞ്ഞത് 2-3 വർഷം എന്നാ ഞാൻ കേട്ടത്. എന്തുകൊണ്ടാണ് നിങ്ങളെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയത്? അയാൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാത്തതുകൊണ്ടല്ലേ? എന്നിട്ടാ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നെ കൊണ്ടിത് പറയിപ്പിച്ചതല്ലേ? ആരും സ്വന്തം നില മറന്ന് സംസാരിക്കാൻ പാടില്ല. താൻ ആരാണെന്ന ബോധം അവരവർക്ക് തന്നെ ഉണ്ടാവണം. ഞാൻ ഇങ്ങനെയൊക്കെയാ, എനിക്കിങ്ങനെയൊക്കെ പറ്റൂ. സഹിക്കാൻ കഴിയാത്തവർക്ക് എന്നെ വിട്ട് പോവാം. ആരെയും ഞാൻ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടൊന്നുമില്ല. ഞാൻ സുധിയെ കണ്ടത് ഇങ്ങനെയൊന്നും അല്ല മോളെ. സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാ. പക്ഷേ അവൻ എന്നോടിത് പറയാൻ പാടില്ലായിരുന്നു. ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്ത വാക്കുകളാ അവനിൽ നിന്ന് ഞാൻ കേട്ടത്. ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ കഴിയാത്ത വിളിശാപിക്കപ്പെട്ടവള് തന്നെയാ. ആച്ചയമ്മ ഈ ജീവിതത്തിന്റെ കൂടുതൽ കാലവും പലരിൽ നിന്നും കേട്ട പഴിയാത്. ഒടുവിൽ എന്റെ ഭർത്താവിന്റെ നാവിൽ നിന്ന് വരെ എനിക്കത് കേൾക്കേണ്ടി വന്നു. അച്ഛമ്മ അത് ഞാൻ വേണ്ട. അച്ഛമ്മയോട് സുധി അത് പറഞ്ഞതെങ്കിലും എന്നെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ ഭരണം സഹിക്കാൻ വയ്യാതെ ഞാനത് പറഞ്ഞത്. മനുഷ്യനൊരു സ്വസ്ഥത അല്ലെന്ന് വെച്ചാ. പക്ഷെ അത് വന്ന് തറച്ചത് എന്റെ നെഞ്ചിലാ. സുധി അത് കൃത്യമായിട്ട് തന്നെ എഴുതു കൊള്ളിച്ചു. അതിലൂടെ സുധി അനുഭവിച്ച സന്തോഷം ഞാൻ കാണാതെ പോയില്ല. നിരഞ്ജന ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇല്ലാത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കരുത്. സത്യത്തിൽ ആച്ചിയമ്മ എന്റെ മുന്നിൽ നിന്ന് വിതുമ്പിക്കരഞ്ഞപ്പോ ഉരുകിപ്പോയത് ഞാനാ. അപ്പൊ ഒന്നും പൊട്ടിക്കരയാൻ പോലും എനിക്കായില്ല. ആ സാധു സ്ത്രീ എന്തു പഴച്ചു. അവരുടെ വിധി തന്നെ എനിക്കൊന്നും അവർക്കറിയില്ലല്ലോ. സുധിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ എന്റെ മുഖത്ത് നോക്കി പറയാം. അത് കേൾക്കാൻ അർഹതപ്പെട്ടവളാ ഞാൻ. ഒരിക്കലും ഒന്നിനും സുധിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. എന്തു പറഞ്ഞാലും എന്റെ മനസ്സിൽ സുധിയുടെ അല്പം പോലും നീരസവും ഉണ്ടാവില്ല. കാരണം അത് പറയാനുള്ള അർഹത സുധിക്കുണ്ട്. പ്രസവിക്കാൻ കഴിവില്ലാത്തവൾ എന്ന അപമാനത്തിൽ നിന്നും എന്നെ കൈപിടിച്ച് കയറ്റിയത് സുധിയാ. ആ കടപ്പാട് മരണം വരെയും നിരഞ്ജനയുടെ മനസ്സിലുണ്ടാവും.